ഹലോ, ഹാപ്പി ക്രിസ്മസ്. ഇന്ന് നമുക്കൊരു ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കിയാലോ? ഇതെന്താ ഇന്ന് ഈ ക്രിസ്മസൊക്കെ ആയിട്ട് റീത്ത് ഉണ്ടാക്കണമെന്നല്ലേ? കാരണം 24-ാം തീയതിയാണ് ഇതിൻ്റെ പരിപാടി തുടങ്ങിയത്. ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ എഡിറ്റിങ്ങും എല്ലാം കൂടി എനിക്ക് സമയം കിട്ടിയില്ല. എൻ്റെ കൂടെ ഡ്യൂട്ടിക്കൊക്കെ പോയി. ഇന്നാണ് സമയം കിട്ടിയത്. ഇന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന ക്രിസ്മസ് കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, സമയമുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ ഒരു സൈഡിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് ഈ റൗണ്ട് മൊത്തം ചുറ്റി കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒരു ഡബിൾ സൈഡ് ടാപ്പോ അല്ലെങ്കിൽ പ്ലാസ്റ്റർ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് രണ്ടും പഴയതാണ്. അതിൽ സിൽവറും ഗ്രീനുമാണ്. ചിലപ്പോൾ ഒരുമിച്ച് വന്ന ഭംഗിയില്ലെങ്കിലും വിചാരിച്ചിട്ടാണ് രണ്ടെണ്ണം ഉണ്ടാക്കിയത് കേട്ടോ. ഈ സിൽവറിന് രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് കുറച്ച് വലിയ റിങ് എടുത്തു മാത്രം. പക്ഷേ ഈ സിൽവർ ചുറ്റിത്തീരാൻ ഭയങ്കര സമയം എടുത്തു കേട്ടോ. ഇത് രണ്ടും കൂടി ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറേ ഞാൻ എടുത്തിട്ടുള്ളൂ. പക്ഷേ കൂടുതൽ സമയം ഈ സിൽവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു എന്ന് മാത്രം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ചുറ്റി തീർന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ക്രിസ്മസ് അപ്പൂപ്പനെ പോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളില്ലേ, അതൊക്കെ ഇതിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കെട്ടിക്കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. പച്ചയിൽ ചെയ്ത അതേ സംഭവങ്ങൾ തന്നെ കേട്ടോ ഇതിലും ചെയ്യണത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കൊന്ന് ഒട്ടിച്ചു കൊടുത്തത് മാത്രം. പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഇതിൽ ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ക്രിസ്മസ് അപ്പൂപ്പന് വേറെ ഉണ്ട് ആൾക്കാരെ ഒട്ടിച്ചു കൊടുത്തത്. അത് ആരാണെന്ന് എനിക്കറിയില്ല. അതും ഞാൻ കഴിഞ്ഞ വർഷം മേടിച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം ചുറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഗ്യാപ്പിൽ ആ കാർഡ്ബോർഡിൽ ആ സാധനങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ളത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതില്ലെങ്കിൽ ഏതെങ്കിലും പേപ്പറിൽ അങ്ങനെ വരയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുക. നമ്മൾ ഇഷ്ടമല്ല അതൊക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാൻ കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ പഴയതുള്ളതുകൊണ്ടാണ് എനിക്ക് പുതിയത് ചെയ്യാനും എനിക്ക് മടി. അതുകൊണ്ട് പഴയത് വെച്ച് ചെയ്തെന്ന് മാത്രം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസൈനായിട്ടൊക്കെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ മേരി ക്രിസ്മസൊക്കെ എഴുതിയിട്ടൊക്കെ തൂക്കാം കേട്ടോ. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനത്തെ കുറേ. അപ്പോൾ അതുപോലെ അങ്ങ് ചെയ്യാം. ഞാൻ ചെറിയൊരു സംഭവം ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇത്ര മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ വയ്യ. പിന്നെ എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ജലദോഷം വരുന്ന പോലെയുണ്ട്. മഞ്ഞുകാലമൊക്കെ അല്ലേ. അപ്പോൾ ഈ റീത്ത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും കൂടെ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ.